താനും തന്നെ 4 അംഗ കുടുംബവും ഇപ്പോൾ കാബൂർ ദേഹത്താണെന്നും ഒരു മനുഷ്യൻ കൂട്ടിച്ചേർക്കുകയാണ്. 2 പതിറ്റാണ്ടുകളിലേറെയായി താൻ താമസിക്കുന്ന സംഗം വിഹാറിലാണെന്നും സ്ഥിതിഗതികളൊക്കെ സാധാരണ നിലയിലായാൽ മടങ്ങി വരാൻ ആഗ്രഹമുണ്ടെന്നാണ് ഒരു മനുഷ്യൻ അദ്ദേഹം ജീവിച്ചിരുന്ന ഇടത്തു നിന്നും പതിറ്റാണ്ടുകൾക്കിപ്പുറം നാട് വിട്ട് ഒളിച്ചോടി ജീവഭയത്തിൽ പോകുമ്പോൾ പറഞ്ഞു വെക്കുന്നത്. ഇനിയും എൻ്റെ മണ്ണിലേക്ക് വരാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്ന്. അതായത് ഡൽഹിയിലെ സംഗം വിഹാറിലെ ക്ഷേത്ര പരിസരത്ത് നിന്ന് പശുമാംസം കണ്ടെത്തിയതിന് പിന്നാലെ പ്രദേശവാസികൾ ജീവഭയത്താൽ വീട് വിട്ടു പോയി എന്നുള്ളതാണ് റിപ്പോർട്ട്. മുസ്ലിം ആയതിൻ്റെ പേരിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ജാതി ആയതിൻ്റെയൊക്കെ പേരിൽ കൂടുവിട്ട് പോകേണ്ടി വരുന്ന അവസ്ഥയാണ്. ഒരു ദളിതനായ യുവാവ് ഒരു പേരക്ക പറിച്ചു കഴിച്ചത് തെറ്റായിപ്പോയത് കൊണ്ട് അടിമേടിക്കേണ്ട അവസ്ഥയാണ്. അവനെ ഓടിച്ചിട്ട് തല്ലുന്ന കാഴ്ചയാണ് കാണാൻ പറ്റുന്നത്. എന്തുകൊണ്ടാണ്? മനുഷ്യൻ എന്നതിനപ്പുറത്ത് ജാതിയുടെയും മതത്തിൻ്റെയും ലേബലുകൾ ചാർത്തിയതിൻ്റെ പേരിൽ. കഴിഞ്ഞ വ്യാഴാഴ്ച ക്ഷേത്ര പരിസരത്ത് നിന്ന് പശുമാംസം ലഭിച്ചതിന് പിന്നാലെയാണ് പ്രശ്നങ്ങൾ ഓരോന്നായിട്ട് പൊട്ടിപ്പുറപ്പെടുന്നത്. 48 മണിക്കൂറിനുള്ളിൽ പശുമാംസം ഉപേക്ഷിച്ചവർക്കെതിരെ നടപടി എടുത്തില്ല എങ്കിൽ പ്രദേശത്തെ മുഴുവൻ മുസ്ലിങ്ങളെയും കൊല്ലുമെന്ന് BJPയുടെ പ്രാദേശിക നേതാവാണ് ഭീഷണിപ്പെടുത്തിയത്. വെറും ഒരു പ്രാദേശിക നേതാവ് ഭീഷണിപ്പെടുത്തുമ്പോൾ പോലും ഓടി ഭയന്ന് പോകണമെങ്കിൽ എത്രമാത്രം തീവ്രതയുണ്ട് ഈ ഒരു പറച്ചിലിന്, അല്ലെങ്കിൽ എത്രമാത്രം ജനങ്ങൾ അതിനെ ഭയപ്പെടുന്നു. അത്തരം ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. അതിൻ്റെ ദൃശ്യങ്ങൾ അത്രയും പുറത്തു വന്നിരുന്നു. ഹിന്ദു സംഘടനകൾ പ്രകോപനപരമായ പ്രസംഗങ്ങൾ നടത്തിയെന്ന് പ്രദേശത്താകെ അസ്വസ്ഥത വർദ്ധിപ്പിച്ചു. പിന്നാലെ പ്രദേശത്ത് നിന്ന് നിരവധി ആളുകൾ ജീവഭയത്താൽ വീട് വിട്ട് അയൽ പ്രദേശത്തേക്ക് പോയെന്നതും റിപ്പോർട്ടുകളാണ്. ഹിന്ദു സംഘടനാ നേതാവിന്റെ പ്രകോപനപരമായ പ്രസംഗം പുറത്തു വന്നതിന് പിന്നാലെ പ്രദേശത്ത് ജനങ്ങൾ വീടഴിഞ്ഞു പോയി എന്ന് സംഗം വിഹാറിലെ ഷാൻ മുഹമ്മദ് എന്ന പ്രദേശവാസി പറഞ്ഞതാണ് നമ്മൾ നേരത്തെ എടുത്തു പറഞ്ഞത്. വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ എൻ്റെ ചുറ്റുമുള്ള വീടുകളിലുള്ളവർ സുരക്ഷിത സ്ഥലം തേടിപ്പോയി. അക്രമം ഉണ്ടാകുമെന്ന് ഭയന്ന് താനും കുടുംബവും ദക്ഷിണ ഡൽഹിയിലെ ബന്ധുവീട്ടിൽ അഭയം പ്രാപിച്ചു എന്നും സംഗം വിഹാറിലെ മറ്റൊരു പ്രദേശവാസി പറയുന്നുണ്ട്. 2 ദിവസത്തിന് ശേഷം തിരികെ സ്വന്തം വീട്ടിലേക്ക് മടങ്ങി എത്തിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വീട് വിട്ടു പോയ പലരും ഇപ്പോൾ തിരിച്ചെത്തിയിട്ടില്ല. സ്ഥിതിഗതികൾ അല്പം ശാന്തമായതിനാൽ പലരും മടങ്ങി വരാനിരിക്കുകയാണെന്നുമാണ് അദ്ദേഹം പറയുന്നത്. ഇങ്ങനെ 12ഓളം കുടുംബങ്ങൾ വീട് വിട്ടു പോയെന്നാണ് പ്രദേശവാസികൾ ഓരോന്നായി പറയുന്നത്. ഈയിടെ ആളുകൾ വീടുകളിൽ നിന്ന് പുറത്തിറങ്ങുന്നത് കുറവാണ്. പശുമാംസം ഉപേക്ഷിച്ചെന്ന് പറഞ്ഞ ക്ഷേത്രത്തിൽ നിന്ന് 500 മീറ്റർ അകലെയുള്ള ഒരു പ്രദേശവാസി സീമ സോണി പറഞ്ഞ കാര്യങ്ങളാണിത്. അതായത് സ്വന്തം കുടിലിനകത്ത് സ്വസ്ഥമായി ജീവിച്ചിരുന്നവർ ഏതോ പുറത്ത് തള്ളപ്പെട്ട ഒരു പശുമാംസത്തിന്റെ പേരിൽ കൂട് വിട്ടു പോവുകയും വീട് വിട്ടു പോവുകയും തൻ്റെ കുട്ടികളെയും ചേർത്ത് പിടിച്ച് കുടുംബമായി എവിടെയെങ്കിലും ഒന്ന് ജീവിച്ചാൽ മതി, ജീവൻ നിലനിർത്താൽ മതി എന്ന അവസ്ഥയിലേക്ക് എത്തുകയാണ്. മൂന്നാം ഊഴത്തിലും അധികാര കസേരയിൽ അപ്പോഴും ഇരിക്കുന്നതാരാണ്?